ഒരു രാജ്യത്ത് അച്ഛൻ കരടിയും അമ്മ കരടിയും ഒരു കുട്ടിക്കരടിയും വലിയൊരു കാട്ടിൽ ചെറിയൊരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഒരു ചെറിയൊരു കുടുംബത്തിൽ ഗോൾഡി ലോക്സ് എന്നൊരു കുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ ഗോൾഡി ലോക്സ് കളിക്കുകയായിരുന്നു. മരങ്ങൾക്കിടയിലൂടെ നടക്കാൻ തുടങ്ങി. അമ്മക്കരടി ബ്രേക്ക്ഫാസ്റ്റിനു വേണ്ടി കഞ്ഞിയുണ്ടാക്കി. കഞ്ഞി വളരെ ചൂടായിരുന്നു. അതുകൊണ്ട് കാട്ടിനിടയിലൂടെ ഒന്ന് നടന്നിട്ട് വരാൻ തീരുമാനിച്ചു. മരങ്ങൾക്കിടയിലൂടെ നടന്നു വന്ന ഗോൾഡി ലോക്സ് ഒരു വീടിനടുത്തേക്ക് എത്തിച്ചേർന്നു. ആ വീടിന്റെ കതകുകൾ വളരെ വലുതായിരുന്നു. അതിനുള്ളിലേക്ക് പോകാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ധൈര്യത്തോടെ പോയി കതകൊന്ന് തട്ടി. ഹലോ, ആരെങ്കിലും അകത്തുണ്ടോ? പക്ഷെ ആരും തന്നെ വിളി കേട്ടില്ല. കതവ് തുറന്ന് അകത്തേക്ക് പോയി. അവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അതിൽ 3 പാത്രത്തിൽ കഞ്ഞിയും ഉണ്ടായിരുന്നു. ഗോൾഡി ലോക്സ് ആണെങ്കിൽ വളരെ വിശന്നിരിക്കുകയായിരുന്നു. ഈ കഞ്ഞിക്ക് നല്ല മണമുണ്ടല്ലോ. നമുക്കിതൊന്ന് കഴിച്ചു നോക്കിയാലോ? ആദ്യത്തെ പാത്രത്തിന്റെ മുമ്പിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. ഈ കഞ്ഞി വളരെ ചൂടാണല്ലോ. എന്റെ നാവ് പൊള്ളിപ്പോയി. അതുകൊണ്ട് രണ്ടാമത്തെ പാത്രത്തിലെ കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി. ഇതിന് നല്ല തണുപ്പുണ്ട്. അവസാനത്തെ പാത്രത്തിലും ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി. ഈ കഞ്ഞി കുടിക്കുന്ന ചൂടിലാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം അവൾ വളരെ ക്ഷീണിതയായി. നേരെ ഹാളിലേക്ക് നടന്നുപോയി. അവിടെ 3 ചെയർ ഇരിക്കുന്നത് കണ്ടു. കാലിനൊരു റെസ്റ്റിനു വേണ്ടി ആദ്യത്തെ ചെയറിൽ ഇരുന്ന് നോക്കി. ഈ കസേര വളരെ വലുതാണല്ലോ. രണ്ടാമത്തെ ചെയറിലും ഇരുന്ന് നോക്കി. ഈ കസേര അതിലും വലുതാണല്ലോ. അതുകൊണ്ട് 3ാമത്തെ ചെയറിലിരുന്നു. അത് ചെറിയ ചെയറായിരുന്നു. ഇതാണ് എനിക്ക് ചേരുന്ന കസേര. പക്ഷെ അവൾ ചെയറിൽ ഇരുന്നതും ഉടനെ ചെയർ ഉടഞ്ഞുപോയി. ഗോൾഡി ലോക്സ് വളരെ ക്ഷീണിതയായിരുന്നു. ഒന്ന് വിശ്രമിക്കാൻ അവിടെങ്ങും ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുകളിലത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് പോയി. ആദ്യം കണ്ട കട്ടിലിൽ ഒന്ന് കിടന്നു നോക്കി. ഇത് വളരെ ദൃഢമാണല്ലോ. അതിനുശേഷം രണ്ടാമത്തെ കിടക്കയിലും ഒന്ന് കിടന്നു നോക്കി. ഇത് വളരെ സോഫ്റ്റ് ആണല്ലോ. അതിനുശേഷം 3ാമത്തെ കിടക്കയിലും ഒന്ന് കിടന്നു നോക്കി. ഇതാണ് എനിക്ക് ചേരുന്ന കിടക്ക. അവൾ ഉറങ്ങുന്ന സമയത്ത് 3 കരടികളും അകത്തേക്ക് വന്നു. ആരോ ഇവിടെ വന്ന് എന്റെ കഞ്ഞി കുടിച്ചിരിക്കുന്നു. അച്ഛൻ കരടി വളരെ കോപിതനായി. എന്റെ കഞ്ഞിയും കുടിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. പക്ഷെ എന്റെ കഞ്ഞി മുഴുവനും കുടിച്ചു. ഒട്ടും ബാക്കിയില്ല. എന്റെ ചെയറിൽ ആരോ ഇരുന്നിട്ടുണ്ട്. എന്റെ ചെയറിലും ആരോ ഇരുന്നിട്ടുണ്ട്. ആരോ എന്റെ ചെയറിലും ഇരുന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ചെയർ പൊട്ടിപ്പോയി. അവർ തിരയുന്നവരെ കാണാൻ വേണ്ടി മുകളിലേക്ക് പോയി. അവർ മുകളിലത്തെ ബെഡ്റൂമിലേക്ക് പോയപ്പോ അച്ഛൻ കരടിക്ക് ദേഷ്യം വന്നു. ആരോ എന്റെ കിടക്കയിൽ കിടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആരോ എന്റെ കിടക്കയിലും കിടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആരോ എന്റെ കിടക്കയിൽ കിടന്നുറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതും ഒരു മനുഷ്യക്കുട്ടിയാണ്. കുട്ടിക്കരടി കരയാൻ തുടങ്ങി. 3 കരടികളും സംസാരിക്കുന്ന ശബ്ദം കേട്ട് ഗോൾഡി ലോക്സ് പെട്ടെന്ന് എഴുന്നേറ്റു. ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് അവൾ ഓടി താഴേക്കിറങ്ങി. വാതിൽ തുറന്ന് കാടിനിടയിലൂടെ നടക്കാൻ തുടങ്ങി.
പിന്നീട് അവൾ ആ സ്ഥലത്തേക്ക് ഒരിക്കലും പോയതേയില്ല.